നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കാൻ ആറാട്ടുപുഴ ക്ഷേത്രനടയിൽ പ്രതീകാത്മക പൂരം സംഘടിപ്പിച്ചു. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന ക്ഷേത്രമുറ്റത്ത് 15 ആനകളുടെ ചമയം, കൈപ്പന്തം, പഞ്ചാരിമേളം എന്നിവ നിരത്തിയായിരുന്നു പൂരം. ചേർപ്പ് ജൂബിലി തേവർപ്പടവിലെ കൃഷിനാശം. കർഷക സംഘം നേതാക്കൾ പാടശേഖരം സന്ദർശിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വല്ലച്ചിറ യൂണിറ്റ് 25ാം സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കാൻ ആറാട്ടുപുഴ ക്ഷേത്രനടയിൽ പ്രതീകാത്മക പൂരം സംഘടിപ്പിച്ചു. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന ക്ഷേത്രമുറ്റത്ത് 15 ആനകളുടെ ചമയം, കൈപ്പന്തം, പഞ്ചാരിമേളം എന്നിവ നിരത്തിയായിരുന്നു പൂരം. പഞ്ചാരിമേളത്തിന് പെരുവനം കുട്ടന്മാരാർ പ്രാമാണികനായി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ, വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ, സെക്രട്ടറി കെ രഘുനന്ദനൻ, ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത, ട്രഷറർ കെ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. നിലവിലെ വ്യവസ്ഥകൾ പാലിച്ച ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും പരമ്പരാഗത രീതിയിൽ നടത്താൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. ചേർപ്പ് ജൂബിലി തേവർപ്പടവിലെ കൃഷിനാശം. കർഷക സംഘം നേതാക്കൾ പാടശേഖരം സന്ദർശിച്ചു. ഓൾ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പാർലം പഞ്ചായത്ത് ചുറ്റുമുള്ള പാടശേഖരം. അതിൽ മണലേപ്പാട്ട്, ചാനത്തോട്, തുരുത്തുംപടവ് ഏതാണ്ട് 350 ഏക്കറിലധികം കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കാലം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അത് അടിയന്തരമായിട്ട് മോട്ടറൊഴിച്ച് ചെയ്ത് വെള്ളം വറ്റിച്ചില്ലെങ്കിൽ പൂർണ്ണമായി നശിച്ചു പോകും. കൃഷിക്കാരൊക്കെ വലിയ ആശങ്കയിലാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പാടശേഖര സമിതി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. കേടുവന്ന പമ്പ് സെറ്റ് അത് അടിയന്തരം റിപ്പയർ ചെയ്ത് പമ്പ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ്. അതോടൊപ്പം കോൾ വികസന ഏജൻസി, അതുപോലെ തന്നെ കാർഷിക വകുപ്പിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തരമായി ശ്രദ്ധ കരുത്താൽപ്പെടണം. കളക്ടറിൽ സത്യമായ ശ്രദ്ധ വിഷയത്തിലുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ്. ഇവിടുത്തെ കൃഷിക്കാർ നെൽകൃഷിക്കാരായ ജീവിത മാർഗമാണ്. അതാണ് നഷ്ടം വന്നു പോകേണ്ടത്. വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കാർഷിക മേഖലയുണ്ട്. ഇപ്പോൾ തന്നെ കൃഷിക്കാർ വലിയ ആശങ്കയിലാണ്. അവരുടെ ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെട്ട് മാന്യമായ വരുമാനം ലഭിക്കുന്നില്ല. കൃഷി തരിച്ചിടുന്നതിനെക്കുറിച്ചാണ് കർഷക പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ ശ്രമത്തിനുമായിട്ടാണ് കൃഷിക്കാർ രംഗത്ത് വരുന്നത്. ഇത്തരം അത്യാഹിതങ്ങളിൽ നിന്ന് കൃഷിക്കാർ അടിയന്തരം രക്ഷിച്ചില്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് കാർഷിക മേഖലയിൽ വളരെ ഗുരുതരമായി. ചേനത്തുകോൾ, തുരുത്ത് പാടശേഖരങ്ങളിൽ കഴിഞ്ഞ 8 ദിവസമായി വെള്ളം മുടങ്ങിക്കിടക്കുകയാണ്. 30 ദിവസമായി നെൽകൃഷി ഇറക്കിയ കൃഷിയിടങ്ങളാണ് മുങ്ങി കൃഷി നശിക്കുന്നത്. 350 ഏക്കർ നെൽകൃഷിയാണ് നശിക്കുന്നത്. ചേർപ്പ് ജൂബിലി തേവർപ്പടവ് പാടശേഖര സമിതിയുടെ കെടുകാര്യസ്ഥതയാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്ന് നേതാക്കൾ ആരോപിക്കുന്നു. പാടശേഖരത്തിലെ മോട്ടോർ പമ്പ് സെറ്റ് തകരാറിലായത് മാറ്റിവെച്ച് വെള്ളം വറ്റിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കർഷക സംഘം നേതാക്കൾ ആവശ്യപ്പെട്ടു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗീസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി, CPIM പാർലം ലോക്കൽ സെക്രട്ടറി TG വിനയൻ, കർഷക സംഘം നേതാക്കളായ ജെയിംസ് പി പോൾ, EA ഷാബിർ, മനോജ് പണിക്കശ്ശേരി, PS ഷാജി എന്നിവരാണ് പാടശേഖരം സന്ദർശിച്ചത്.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വല്ലച്ചിറ യൂണിറ്റ് 25ാം സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ കൃത്യമായി നമ്മുടെ സംഘടനയിൽ നടത്തിക്കൊണ്ടു പോരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ആനുകൂല്യങ്ങൾ ഒരു ആനുകൂല്യം പോലും നഷ്ടപ്പെടുത്താതെ വാങ്ങാനുള്ള ശ്രദ്ധ ആർക്കാണ് ആദ്യം തന്നെ ഉണ്ടാവേണ്ടത്? മെമ്പർമാർക്കാണ് അല്ലേ? നിങ്ങളാണ് അതിൻ്റെ വേണ്ട രേഖകൾ തയ്യാറാക്കി കൊടുക്കേണ്ടത് അല്ലേ? അതിലേക്ക് വേണ്ട എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൺവീനർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ പറയുന്ന കാര്യങ്ങൾ ഈ കാലാവധിക്കുള്ളിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിച്ചു കൊടുത്ത് നിങ്ങൾ ആ ആനുകൂല്യം നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കൈകളിലേക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെയുള്ളതാണ് നമ്മുടെ ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ. ക്ഷേമനിധിയിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ? എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്നത്? വല്ലച്ചിറ സെന്ററിൽ നിന്നും പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. യൂണിറ്റ് പ്രസിഡന്റ് പ്രജിത അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ടി.എ. ജോസഫ്, യൂണിറ്റ് സെക്രട്ടറി അനിത, ട്രഷറർ സ്മിത, ജില്ലാ കമ്മിറ്റി അംഗം ജയശ്രീ ബാലകൃഷ്ണൻ, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. SPSS ജില്ലാ പ്രസിഡന്റ് PR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേർപ്പ് മഹാദേവ ട്രസ്റ്റിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ P. പരമേശ്വരൻ നമ്പീശൻ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് വാസുദേവൻ, ഡോക്ടർ മഞ്ജു, ഡോക്ടർ KR ഹരിനാരായണൻ, ആനന്ദ് കേശവൻ, വാസുദേവൻ നമ്പീശൻ എന്നിവർ സംസാരിച്ചു. CPIM ചേർപ്പ് ഏരിയ സെക്രട്ടറിയായി AS ദിനകരനെ തിരഞ്ഞെടുത്തു. ചേർപ്പ് ഏരിയ സമ്മേളനത്തിൽ 21 അംഗ കമ്മിറ്റിയെയും ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. KK അനിൽ, P. ചന്ദ്രൻ, സെബി ജോസഫ്, KS മോഹൻദാസ്, MV മുകേഷ്, NG ജയരാജ്, VR ബിജു, KR പ്രജിത്ത്, OS സുബീഷ്, PK ലോഹിതാക്ഷൻ, PV സുബ്രഹ്മണ്യൻ, VG വനജകുമാരി, M. മധു, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, സിബിൻ C. ബാബു, KC രമേശ്, CS സംഗീത, CP ജോസ്, TR മീര, AS ജിംഷാർ എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. 28 അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. അവണിശ്ശേരി നാങ്കുളം ശ്രീ കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവവും ഇരട്ടക്കുടം പൊങ്കാലയും ഭക്തി നിർഭരമായി. സർവൈശ്വര്യ പൂജയിലും അന്നദാനത്തിലും ലക്ഷദ്വീപ ചടങ്ങിലും നിരവധി ഭക്തർ പങ്കാളികളായി. ശനിയാഴ്ച ഗണപതി ഹോമം, ദീപാരാധന, ചുറ്റുവിളക്ക്, ഇരട്ടക്കുടം വഴിപാട് ചടങ്ങുകൾ നടന്നു. വൈകിട്ട് കൊടിയേറ്റിനു ശേഷം നടപ്പുര സമർപ്പണം നടത്തി. രാത്രി ഉത്സവാഘോഷ ചടങ്ങ് ചലച്ചിത്രതാരം വിനീത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാനിവിടെ കൂടുതലും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് എൻ്റെ ചെറുപ്പകാലത്താണ്. ചെറുപ്പകാലത്ത് ഒരുവിധം എല്ലാ വെക്കേഷനും ഞാൻ വരാറുണ്ട്. ഇവിടുത്തെ ഒരുവിധം സ്ഥലത്തൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതുപോലെ ഇവിടുത്തെ എല്ലാ അമ്പലത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. എല്ലാ അമ്പലത്തിലും കുളത്തിൽ കുളിച്ചിട്ടുണ്ട്. ഇത് ഓർമ്മ ശരിയാണെങ്കിൽ കറക്റ്റായിട്ട് ഇവിടുത്തെ കുളത്തിലാണ് ഞാൻ നീന്തൽ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ചേട്ടന്മാരെ കൂടെ സ്ഥിരമായിട്ട് നീന്താൻ വരാറുണ്ട്. അപ്പോൾ എനിക്ക് അന്നൊന്നും അവരുടെ ഒപ്പം നീന്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് മൂങ്ങാങ്കുഴിയൊക്കെ ഇട്ടിട്ട് പിന്നാലെ പിടിക്കാറുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ നീന്താൻ പഠിച്ചു. അങ്ങനെ ഇവിടെ നീന്താൻ പഠിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഞങ്ങളവിടെ പോകുന്നത്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഗുരുവായൂരൊക്കെ അടുത്ത് വെങ്കിടങ്ങ് മുല്ലശ്ശേരി പറയുന്ന ഗ്രാമമല്ല, വെങ്കിടങ്ങ് ഗ്രാമമാണ് മുല്ലശ്ശേരിക്ക് അടുത്തുള്ളത്. അപ്പോൾ ഇവിടെ നീന്തൽ പഠിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ പോയി കളിക്കുമ്പോൾ അവിടെ വലിയ കുളമുണ്ട്, മേലുകുളം എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ നീന്താറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മകനിൽപ്പെട്ട ചെറുപ്പകാലത്തെ വെക്കേഷനൊക്കെ ഞാനിവിടെ സ്ഥിര സാന്നിധ്യമായിരുന്നു. പിന്നീട് അങ്ങനെ എന്താ പറയുക പഠിത്തൊക്കെ ആയിട്ട് വെക്കേഷൻ വരെ അങ്ങനെയൊക്കെ കുറച്ച് കുറഞ്ഞു. അപ്പം സ്ഥിരമായിട്ട് വരാറുണ്ട്. എൻ്റെ നീന്തൽ പഠിപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്തം എൻ്റെ വലിയച്ഛനാണ്. വലിയച്ഛനാണ് സ്ഥിരമായിട്ട് നീന്താനൊക്കെ കൊണ്ടുവരാറ്. അപ്പോൾ ഞാൻ അറിയാത്തതായിട്ട് ചെറിയ ഇൻഫർമേഷൻ പറഞ്ഞാണ് ഞാനിവിടെ ഈ അമ്പലത്തിൽ ചുറ്റുവട്ടത്തെ ഒരുപാട് ഉണ്ടായിരുന്നതാണെന്ന്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇത്രയധികം ജനപങ്കാളിത്തം ഇന്നത്തെ കാലത്ത് ഉണ്ടാവുക വളരെ കുറവാണ്. പ്രത്യേകിച്ച് കുട്ടികളും അവരൊക്കെ. കാരണം മൊബൈൽ TV-ന്നൊക്കെ വിട്ടു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇവർ പറയുന്ന പോലെ 10-12 വർഷമായിട്ട് നടന്ന ഈ പ്രോഗ്രാമിന് ഇത്രയധികം ജനപങ്കാളിത്തം അത് ഭയങ്കര എല്ലാവരും ചിരിച്ച് പല്ലൊക്കെ കാണിച്ചിരിക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം.
അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂട്യൂബർമാരായ സരിത, അജു എന്നിവർ ആദ്യ പൊങ്കാല കൂപ്പൺ ഏറ്റുവാങ്ങി. രണ്ടാം ദിവസമായ ഞായറാഴ്ച ഗണപതി ഹോമത്തിനു ശേഷം ഇരട്ടക്കുടം വഴിപാട് നടന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക് ചടങ്ങുകൾക്ക് ശേഷം നാടൻപാട്ട് അരങ്ങേറി. കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റി കോടന്നൂർ സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. സമാപന സമ്മേളനം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നന്ദകുമാർ കോങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സേതുമാധവൻ, സെക്രട്ടറിമാരായ ടോമി പെല്ലിശ്ശേരി, AD ജോണി, ജോജോ ചിറമൽ, മണ്ഡലം നേതാക്കളായ AA റപ്പായി, ശ്രീനിവാസൻ വെങ്ങാലി, CO ജോൺസൺ, പഞ്ചായത്ത് മെമ്പർ ജൂബി ചെറിയത്ത്, പുഷ്പാങ്കദൻ, വേണുഗോപാൽ, കുമാരൻ പറവത്ത്, പോൾ കുന്നൻ, ഷിജോ ആന്റണി എന്നിവർ സംസാരിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് ഏങ്ങണ്ടിയൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പൊക്കുളങ്ങര സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് DCC അംഗം ഇർഷാദ് K ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ ഘോഷ് തുഷാര, OK പ്രൈസൺ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ധന്യ ചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP പ്രലോഭ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് KPR പ്രദീപ, ലത്തീഫ് കെട്ടുമൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ എല്ലാ മണ്ഡല തലങ്ങളിലും ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരെ കൊള്ളയടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ KSC ബോർഡ് കാണിക്കുന്ന കൊള്ളരുതായ്മ, സാമ്പത്തിക നഷ്ടം വരുത്തിയത് മുഴുവൻ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വൈദ്യുതി ചാർജ് വർധനവിനെതിരെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭീകരമായ ഒരു തുകയാണ് ഓരോ പാവപ്പെട്ട ആളുകളുടെ മേലും ഈ പിണറായി സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതം സേവനത്തിനായി സമർപ്പിച്ച നേതാവായിരുന്നു പൂക്കോയ തങ്ങളെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ. തളിക്കുളത്ത് പൂക്കോയ തങ്ങൾ സ്മാരക പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, PM അബ്ദുൽ ജബ്ബാർ, AM സനൌഫൽ, KS റഹ്മത്തുള്ള, VC അബ്ദുൽ ഗഫൂർ, PH ഷെഫീഖ്, VK നാസർ, PM സിറാജുദ്ദീൻ, AA അബൂബക്കർ, AA മുനീർ, KS സുബൈർ, EK ഖലീദ് തുടങ്ങിയവർ സംസാരിച്ചു. വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുക എന്നത് പോലും നമ്മുടെ രാഷ്ട്രീയമാണ് എന്ന് പഠിപ്പിച്ചത് നമ്മുടെ പൂർവികർ. അവരുടെയൊക്കെ പാത പിൻപറ്റിക്കൊണ്ട് ഒരാളും സമ്പത്തിൻ്റെ പേരിൽ, സാമ്പത്തിക പ്രയാസത്തിൻ്റെ പേരിൽ അവഗണിക്കപ്പെടരുത്, അവരുടെ സ്വപ്നങ്ങൾ ബാക്കിയാവരുത് എന്ന് ആത്മാർത്ഥമായി ഉദ്ദേശിക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം. ജാതിയോ മതമോ നോക്കാതെ, കക്ഷി രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ജീവകാരുണ്യ പദ്ധതികൾക്ക് എന്നും മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമായി മുസ്ലിം മാറിയിരിക്കുന്നു. മറ്റ് റഹ്മകൾ മാത്രമല്ല, നിരവധി ആതുര മേഖലയിൽ ഇവിടെ CA റഷീദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ഉയർന്നു വരുന്ന നമ്മുടെ CH സെൻ്റർ, അത് തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കോഴിക്കോടും തിരുവനന്തപുരത്തും കണ്ണൂരും കാസർഗോഡും ഒക്കെ അവിടെയൊക്കെ സാന്ത്വന പ്രവർത്തനങ്ങളാണ്. ഡയാലിസിസ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കും, മരുന്നുകൾ നൽകുന്നു. അതുപോലെ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ കഴിയുന്ന രോഗികൾക്കും കൂടെ ഉള്ള ആളുകൾക്കും അവർക്കൊക്കെ സൗജന്യ ഭക്ഷണം നൽകിക്കൊണ്ട് നൽകുന്ന ഒരുപാട് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ. ഒരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കാൻ ഇവിടെ പ്രസ്ഥാനമുണ്ടാവും എന്നുള്ള ഒരു ധൈര്യം കൊടുക്കാൻ നമുക്ക് ഇതൊരു കാരണമാണ്. ഇവിടെ റഷീദ് സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കയിലും വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർട്ടി ഒരു ഫണ്ട് പ്രഖ്യാപിച്ചപ്പോൾ 36 കോടി രൂപയാണ് നമ്മുടെ സുമനസ്സുകൾ നൽകിയത്. അങ്ങനെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ രാഷ്ട്രീയത്തേക്കാൾ അപ്പുറം ഈ ഒരു സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാനവികത കാത്തു സൂക്ഷിച്ചുകൊണ്ട്
നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കാൻ ആറാട്ടുപുഴ ക്ഷേത്രനടയിൽ പ്രതീകാത്മക പൂരം സംഘടിപ്പിച്ചു. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന ക്ഷേത്രമുറ്റത്ത് 15 ആനകളുടെ ചമയം, കൈപ്പന്തം, പഞ്ചാരിമേളം എന്നിവ നിരത്തിയായിരുന്നു പൂരം. ചേർപ്പ് ജൂബിലി തേവർപ്പടവിലെ കൃഷിനാശം. കർഷക സംഘം നേതാക്കൾ പാടശേഖരം സന്ദർശിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വല്ലച്ചിറ യൂണിറ്റ് 25ാം സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.